ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയായ ശേഷം വിശ്രമിക്കുമ്പോ അദ്ദേഹം അറിയാതെ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതാ രണ്ട് മലക്കുകൾ ആകാശത്തിൽ നിന്ന് വരുന്നു. എന്നിട്ട് ഒരു മലക്കും കൂടെയുള്ള മലക്കിനോട് ചോദിച്ചു, ഈ വർഷം എത്ര പേരാണ് ഹജ്ജ് കർമ്മം നിർവഹിച്ചത്? ചോദിച്ചപ്പോ മലക്ക് പറഞ്ഞു, 6 ലക്ഷം പേര് ഹജ്ജ് കർമ്മം നിർവഹിച്ചു. മലക്ക് വീണ്ടും ചോദിച്ചു, എത്ര പേരുടെ ഹജ്ജാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചത്? ചോദിച്ചപ്പോൾ മലക്ക് പറയുകയാണ്, ആരുടെയും ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് മലക്ക് പറയുകയാണ്, പക്ഷേ ഡമസ്കസിലുള്ള ഒരു മനുഷ്യന്റെ ഹജ്ജ് കാരണത്താൽ ഈ 6 ലക്ഷം പേരുടെയും ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. പക്ഷേ ഡമസ്കസിലുള്ള ഈ മുവഫഖ് എന്ന് പേരുള്ള മനുഷ്യൻ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിൽ വന്നിട്ടില്ല. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഹജ്ജ് കർമ്മം നിർവഹിച്ച പ്രതിഫലം അല്ലാഹു നൽകുകയാണ്. ഈ സ്വപ്നം ദർശിക്കുന്ന സമയത്ത് ഉറക്കിൽ നിന്ന് ഉണർന്നു. അദ്ദേഹത്തിന് വലിയ അത്ഭുതം. ആരാണ് ഈ മുവഫഖ്? അദ്ദേഹം ഡമസ്കസിലേക്ക് സഞ്ചരിക്കുകയാണ്. മുവഫഖിനെ അന്വേഷിച്ചുകൊണ്ട് ഡമസ്കസിലേക്ക് പോവുകയാണ്. ധാരാളം അന്വേഷിച്ചു. അവസാനം മുവഫഖിന്റെ വീട് അദ്ദേഹം കണ്ടു. ഭവനത്തിലേക്ക് പ്രവേശിച്ച് സലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മുവഫഖാണോ? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ മുവഫഖാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അതാ അദ്ദേഹം ഹജ്ജ് കർമ്മം പൂർത്തിയായ ശേഷം മസ്ജിദുൽ ഹറാമിൽ വിശ്രമിച്ചപ്പോൾ ആ സ്വപ്നത്തിൽ ദർശിച്ച വിഷയങ്ങളൊക്കെ മുവഫഖിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വർഷം മക്കയിലേക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പറ്റില്ല? എന്നിട്ട് പോലും നിങ്ങൾക്ക് ഹജ്ജ് കർമ്മം നിർവഹിച്ച പ്രതിഫലം അല്ലാഹു നൽകിയല്ലോ. നൽകിയെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഹജ്ജിന്റെ ബറക്കത്ത് കൊണ്ട് 6 ലക്ഷം മനുഷ്യരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു. എന്താണ് ഇതിന് കാരണമെന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു മുവഫഖിനോട് ചോദിച്ചപ്പോ മുവഫഖ് പറയുകയാണ്, അതോ എത്രയോ വർഷമായി പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സാമ്പത്തികമായി ഞാൻ വലിയ പ്രയാസത്തിലാണ്. ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള ഫണ്ടില്ല. സുബ്ഹാനല്ലാഹ്, ഈ വർഷം തീർച്ചയായും ഹജ്ജിന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ ജോലി എന്ന് പറയുമ്പോൾ അതാ പൂത്ത് അല്ലെങ്കിൽ നമ്മൾ പാദരക്ഷ അല്ലെങ്കിൽ അടക്കം റെഡിയാക്കിയ ജോലിയാണ്. ജോലി പാദരക്ഷ അത് റെഡിയാക്കുന്ന ജോലിയാണ്. അപ്പൊ എനിക്ക് ചെറിയ സാലറിയാണ്. അങ്ങനെ 300 ദിർഹം ഞാൻ വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ശേഖരിച്ചു. അത് സൂക്ഷിച്ചു. ഞാൻ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി റെഡിയായ സമയത്ത് എന്റെ ഭാര്യ ഗർഭിണിയാണ്, അവർ പ്രഗ്നന്റ് ആണ്. അങ്ങനെ എന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു വീട്, എന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്ന ജാവ് എന്ന് പറയുന്ന, അപ്പൊ എന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു ഭവനത്തിൽ നിന്ന് അവരവിടെ മാംസം റെഡിയാക്കിയപ്പോ അതിന്റെ സ്മെല്ല് എന്റെ ഭവനത്തിലേക്ക് പോയി. വീടിന്റെ ഈ മുവഫഖ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയണം, എന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു ഭവനത്തിൽ അങ്ങനെ അവർ കഴിക്കാൻ വേണ്ടി മാംസം റെഡിയാക്കിയ അതിന്റെ സ്മെല്ല് എന്റെ ഭവനത്തിലേക്ക് പോയി. അപ്പൊ ഗർഭിണിയായ എന്റെ ഭാര്യയ്ക്ക് ആ മാംസത്തിന്റെ സ്മെല്ല് ഇങ്ങനെ ലഭിച്ചപ്പോ അവൾക്ക് കഴിക്കാനൊരു ആഗ്രഹം. അങ്ങനെയാണല്ലോ, ഗർഭിണികളായ സ്ത്രീകൾക്ക് എന്തെങ്കിലും സ്മെല്ല് ലഭിക്കുമ്പോൾ അവർക്ക് ആ ഭക്ഷണം കഴിക്കാൻ അല്ലെ അവർക്ക് ആഗ്രഹം വരും. അപ്പൊ ഈ സ്ത്രീക്ക് ഈ മുവഫഖിന്റെ ഭാര്യ അദ്ദേഹത്തിന് ആ മാംസത്തിന്റെ സ്മെല്ല് ലഭിച്ചപ്പോൾ കഴിക്കാനൊരു ആഗ്രഹം. അപ്പൊ ഭർത്താവായ മുവഫഖിനോട് പറഞ്ഞു, അല്പം
തന്റെ വീടിന്റെ പരിസരത്തുള്ള ഭവനത്തിൽ പോയി. അവിടെ ഒരു സ്ത്രീയുണ്ട്. അദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ യതീമുകളായ 3 സന്താനങ്ങളുണ്ട്. സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ സന്താനങ്ങളുടെ പിതാവ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. 3 യതീമുകളാണ്. ഈ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളുടെ മാസം റെഡിയാക്കിയിട്ടില്ലേ? അല്പമാസം നിങ്ങൾ എന്റെ വായ്പ നൽകണം. അവൾ ഗർഭിണിയാണ്. നിങ്ങൾ മാംസം റെഡിയാക്കിയപ്പോൾ അതിന്റെ സ്മെല്ല് അവൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്പം മാംസം നൽകണേ എന്ന് പറഞ്ഞ ഈ സ്ത്രീ അവളുടെ സാഹചര്യം വിശദീകരിക്കുകയാണ്. ഈ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരാ, ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ഭക്ഷണം അന്വേഷിച്ചു പോയി, ഒന്നും ലഭിച്ചില്ല. അങ്ങനെ പ്രയാസത്തോടുകൂടെ ടെൻഷനോടുകൂടെ ദുഃഖത്തോടുകൂടെ ഞാൻ വരുമ്പോ വഴിയിലതാ ഒരു ചത്ത കഴുതയെ കണ്ടു. ആ കഴുതയിൽ അല്പം മാംസം ഞാൻ ശേഖരിച്ചു. എന്നിട്ട് എന്റെ സന്താനങ്ങൾക്ക് വേണ്ടി ഞാൻ ഭക്ഷണം റെഡിയാക്കിയതാണ്. കഴിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ മരിക്കും. ആ ഒരു സാഹചര്യമാണ്. സഞ്ചരിച്ചു. നമുക്ക് ഭക്ഷണം ഒന്നും ലഭിച്ചില്ല. നമ്മൾ വരുമ്പോൾ ഒരു ഭക്ഷണം ലഭിച്ചില്ല. ശവം കഴിക്കാൻ നമുക്ക് അനുവദനീയാണ്. ആർക്ക് ഭക്ഷണം ഒന്നും അന്വേഷിച്ച് എവിടുന്നും ഭക്ഷണം ലഭിച്ചില്ല. വൈകാൻ നമ്മൾ വരുമ്പോൾ അവിടെ ശവം നമുക്ക് കഴിക്കാറില്ല. ആ സന്ദർഭത്തിൽ ശവം കഴിക്കാൻ അനുവദനീയാണ്. ഈ സ്ത്രീ ഞങ്ങൾക്ക് ഇത് ഹലാലാണ്, പക്ഷേ നിങ്ങൾക്ക് ഇത് ഹറാമാണ്. കാരണം ഞങ്ങൾ 3 ദിവസമായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടല്ല, വൈകാതെ മരിക്കും. ആ സമയത്താണ് ഈ കഴുതയുടെ ശവം കണ്ടത്. ആ ശവത്തിൽ നിന്ന് അല്പം മാംസം ശേഖരിച്ച് എന്റെ സന്താനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് റെഡിയാക്കിയതാണ് എന്നീ സ്ത്രീ വഫ്ഫിനോട് പറഞ്ഞപ്പോ എന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്ന കുടുംബത്തിന് ഇത്ര പ്രയാസമാണോ? ഞാനൊന്നും ചിന്തിച്ചില്ല. വലിയ ആഗ്രഹത്തോടുകൂടെ, വലിയ പ്രതീക്ഷയോടുകൂടെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ച 300 ദിർഹം ഞാൻ ആ സഹോദരിക്ക് നൽകി. എന്നിട്ട് അവരുടെ യതീമുകളായ സന്താനങ്ങൾക്ക് ഭക്ഷണം നൽകാനും ഡ്രസ് വാങ്ങുവാനും അവരെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്റെ ഹജ്ജിന് തന്നെയാണ്. നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം കാരണമാണ്. അതാ നിങ്ങളെ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിലും നിർവഹിച്ച അവരുടെ പ്രതിഫലം നിങ്ങൾക്ക് നൽകി. മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് 6 ലക്ഷം പേരുടെ ഹജ്ജ് സ്വീകരിച്ചു. സഹോദരന്മാരെ,